ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഇന്ന് ഡെയിലി വ്ളോഗ് അല്ല വന്നിട്ടുള്ളത്, ഡെയിലി റൊട്ടീനും അല്ല. ഇന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ കറി മുളകിട്ട ചിക്കൻ കറിയാണ്. നല്ല മല്ലിയൊന്നും ഇടാതെ നല്ല കാശ്മീരി മുളകും നോർമൽ മുളകും നല്ല മഞ്ഞൾപ്പൊടി ഇട്ട നല്ല റെഡ് കളറിലുള്ള നല്ല ഒരിത്തിരി സ്വീറ്റും ആയിട്ടുള്ള നല്ല ചിക്കൻ കറി മുളകിട്ടതിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വന്നാലോ. അപ്പോൾ ഞാനിവിടെ 3 വലിയ സബോള വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ കുനുകുന അരിഞ്ഞിട്ട് നന്നായിട്ട് നെയ്യും വെളിച്ചെണ്ണയും ആഡ് ചെയ്തിട്ട്, നെയ്യും വെളിച്ചെണ്ണയാണ്, നെയ്യും ഓയിലും അല്ല, നെയ്യും വെളിച്ചെണ്ണയും പകുതിയോളം. അപ്പോൾ 2 ടീസ്പൂണ് നിങ്ങൾ നെയ്യ് ഉപയോഗിക്കുന്ന ടീസ്പൂൺ വെളിച്ചെണ്ണ, അത് 3 ടീസ്പൂൺ നെയ്യ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 3 ടീസ്പൂൺ വെളിച്ചെണ്ണ, അപ്പോൾ ഓഫ് ആക്കിയിട്ടാണ് ഇടേണ്ടത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു ചിക്കനിലേക്ക് ആവശ്യമുള്ള ഒരു 12-15 ചോളോളം വെളുത്തുള്ളി, ഒരു 2-3 പച്ചമുളക്, അതേപോലെ ഒരു കഷ്ണം ഇഞ്ചി, അപ്പോൾ അതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഞാനിതെല്ലാം വഴറ്റിയെല്ലാം സെറ്റാക്കിയതിന് ശേഷം അവിടെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇനി ബാക്കി ഞാൻ കുക്ക് ചെയ്യാം, നീ വീഡിയോ എടുത്തോന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ പിന്നെ ഞാൻ ഹാപ്പിയായി. രണ്ടും കൂടി നമുക്ക് നടക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താൽ പോരെ. അപ്പോൾ നമ്മൾ മറ്റാൾ വന്നപ്പോൾ ഫാസ്റ്റായിട്ടോ, മൂപ്പര് 3 സ്പൂൺ മുളകും പൊടി ഇട്ടു, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെന്താ അങ്ങനെ അതെല്ലാം ഇട്ടിട്ട് തക്കാളി ഇട്ട് ആൾ നന്നായിട്ട് ഉടച്ച്, ഇപ്പം നമ്മൾ ചെയ്യുന്ന പോലെ ബോയ്സിന് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടിയും ഈസിയാണ്. അവർ കുറച്ചും കൂടി ബലമൊക്കെ ഉപയോഗിച്ച് തക്കാളിയൊക്കെ നന്നായി ഉടച്ച് വൃത്തിയാക്കി, നമ്മളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഉടക്കാനൊന്നും നിൽക്കില്ല, അതവിടെ കിടന്ന് വേവട്ടെ എന്ന് കരുതും. അതൊക്കെ നന്നായി ഉടച്ച് നല്ല വൃത്തിയാക്കിയിട്ട് നന്നാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ചുവന്നുള്ളി അതുപോലെ തൊലി കളഞ്ഞത് അതേപടി തന്നെ ഇട്ടു. ചിക്കൻ ഇതാ ആൾ തന്നെ കഴുകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ പാട്ട് കഴിഞ്ഞു, പിന്നെ ഞാൻ എന്നോട് വീഡിയോ എടുത്തോളാനാണ് പറഞ്ഞത്. അപ്പോൾ അതെല്ലാം സെറ്റാക്കിയിട്ട് ഇപ്പോൾ ഇതാ നമ്മളെ പാനിൽ ഇതാ എല്ലാം വഴറ്റിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാ പൊടികളും ഇട്ട് മാക്സിമം ഒരു 15-20 മിനിറ്റോളം നിന്ന് വഴറ്റിയിട്ടുണ്ട് കേട്ടോ. ആ മസാല മണം മാറുന്നത് വരെയും അതൊക്കെ ഒന്ന് നന്നായി ഡ്രൈ ആയി വരുന്ന വരെ ഇളക്കി കൊടുത്തിട്ട് വഴറ്റിയതാക്കി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ചിക്കൻ ഇതാ 1 കിലോ ചിക്കനാണ്, അത് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് നേരം മൂടി വെച്ച് വേവിച്ചു. അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്തു. എന്നിട്ട് നന്നായി അടച്ചു വെച്ച് വേവിക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു വേവാകുമ്പോൾ ഒരിത്തിരി നെയ്യ് അതിൻ്റെ മേലെ ആക്കി കൊടുക്കും. അപ്പോൾ നെയ്യ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. അപ്പോൾ നെയ്യുടെ റെസിപ്പി ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കയറി കാണുക, എന്നിട്ട് അതേപോലെ നെയ്യ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതൊരു 2-3 പ്രാവശ്യം ഇതേപോലെ എങ്ങനെ ഇറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ആ ഒരു സ്കൂപ്പിൽ കൂടെ അത്യാവശ്യം നെയ്യ് വരുന്നതാണ്. അത് കഴിഞ്ഞ് ഗരം മസാല ഒരിത്തിരി മതി, ഒരു ചെറിയ ടീസ്പൂണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കുക. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. അപ്പോൾ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.